സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എല്ലാവരും ഒന്ന് റിഫ്രഷ് ചെയ്തിട്ടല്ലേ വന്നത്. നമുക്ക് മിൽക്കിന്റെ പ്രൊഡക്ട്സ് ഓഫ് മിൽക്ക്, പ്രൊഡക്ട്സ് ദാറ്റ് കെൻ ബി ഡിറൈവ്ഡ് ഫ്രം മിൽക്ക്, അല്ലെങ്കിൽ അതിന്റെ ബൈ പ്രൊഡക്ട്സ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. സോ ടു ബിഗിൻ വിത്ത് ഫസ്റ്റ് ടോപ്പിക് ക്രീം ആണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്. ക്രീമിന്റെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്, ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്, കോമ്പോസിഷൻ, മാനുഫാക്ചർ, പാക്കേജിംഗ്, സ്റ്റോറേജ്, ഡിഫെക്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്രീം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ബട്ടർ, ചീസ്, ഐസ്ക്രീം പോലുള്ള പ്രൊഡക്ട്സിന്റെ ഒക്കെ ഇതേ കാര്യങ്ങൾ: ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, കോമ്പോസിഷൻ, മാനുഫാക്ചർ, പാക്കേജിംഗ്, സ്റ്റോറേജ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ വരുന്നത്. അപ്പം ഓരോ ബൈ പ്രൊഡക്റ്റിനെ പഠിക്കുമ്പോഴും അതിന്റെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ കുറെ ന്യൂമറിക്കൽസ് വരും. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആഡ് ചെയ്ത നോട്ട്സിന്റെ കൂടെ ഇതും കൂടെ അങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഓരോ ദിവസവും പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ ദാറ്റ് യു ഡോണ്ട് ഫൊർഗെറ്റ് ദ വാല്യൂസ്. ഇപ്പൊ ക്രീമിന് പഠിക്കുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ഐസ്ക്രീമിനും ബട്ടറിനും ഒക്കെ കോമ്പോസിഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ ഇതൊരു കണക്ട് ചെയ്ത് പഠിക്കുക. ക്രീമിൻ്റെത് പ്രൊഡക്റ്റ് ന്യൂമറിക്കൽ വാല്യൂസ്, ഫാറ്റ്, മോയ്സ്ചർ കണ്ടന്റ്, അതിന്റെ മെത്തേഡ്സ്, അതുപോലെ തന്നെ ബട്ടറിൻ്റെത്, ഐസ്ക്രീമിൻ്റെതൊക്കെ മിക്സ് ആവാതെ പഠിച്ചു പോവാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടോപ്പിക്. ഫസ്റ്റ് ഓഫ് ഓൾ, ക്രീമിന്റെ ഡെഫിനിഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടുകളിൽ തന്നെ നമ്മൾ ക്രീം ഉണ്ടാക്കി എടുക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ക്രീം എന്താണെന്നുള്ളത് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിന്ന് എന്താണ് ക്രീം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ആസ് എ ഡെഫിനേഷൻ വെൻ യു ഗോ ഫോർ ക്രീം, വി ഡിഫൈൻ ക്രീം ആസ് rich product that is very much rich in energy, which gives you fat and fat soluble vitamins like A, D, E and K, the contents of which depend on the fat level in cream. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മളതൊരു എനർജി ഗിവിംഗ് ഫാറ്റ് ഡിറൈവ്ഡ് പ്രൊഡക്റ്റ് ആണ് നമുക്കറിയാം. പക്ഷെ നമ്മുടെ PFA റൂൾസ്, അതായത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ, അവർ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന റൂൾസ് പ്രകാരം ക്രീമിന് അവരൊരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. Cream, excluding sterilized cream, is the product of cow or buffalo milk or a combination thereof which contains not less than 25% milk fat. So, PFA പറയുന്ന ഡെഫിനേഷൻ ക്രീമിൻ്റെത് എന്താണെന്ന് വെച്ചാൽ അത് കൗ മിൽക്കിന്റെയോ ബഫലോ മിൽക്കിന്റെയോ അല്ലെങ്കിൽ അത് രണ്ടിന്റെ ഒരു കോമ്പിനേഷന്റെയോ ഒരു പ്രൊഡക്റ്റ് ആണ്. എങ്ങനെയുള്ളതായിരിക്കണം അത്? അതിലൊരു മിൽക്ക് ഫാറ്റ് പെർസെന്റേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 25% വേണം. ഓക്കെ, സോ അത് കൗന്നോ ബഫലോ മിൽക്കുന്നോ ഡിറൈവ് ചെയ്തിട്ടുള്ളൊരു ഫാറ്റ് റിച്ച് പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 25% ആണ് എന്നാണ് PFA പറയുന്നത്. സോ നമുക്ക് ഓൾറെഡി അറിയാം അതൊരു നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള, ഫാറ്റ് ഗിവിംഗ് അല്ലെങ്കിൽ എനർജി ഗിവിംഗ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണെന്ന് അറിയാം. അതിൽ ഫാറ്റ് സോള്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് A, D, E and K ഉണ്ടെന്നറിയാം. ആൻഡ് ഇതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫാറ്റ് ലെവൽ ഇൻ ക്രീം. ഫാറ്റ് ലെവലിന്റെ ബേസിസിൽ പല ടൈപ്പ് ഓഫ് ക്രീംസ് അവൈലബിൾ ആണ്. കുറച്ച് ഫാറ്റ് ഉള്ള ക്രീം ഉണ്ട്, നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള ക്രീം ഉണ്ട്, എക്സെപ്ഷണലി ഹൈ ലെവൽസ് ഓഫ് ഫാറ്റ് ഉള്ള ക്രീം ഉണ്ട്. സോ അതിന്റെയൊക്കെ ബേസിസ് നമ്മൾ ക്രീമിനെ പലതായിട്ട് ഡിവൈഡും ചെയ്യുന്നുണ്ട്. ബിഫോർ മൂവിങ് ടു ദ ടൈപ്സ് ഓഫ് ക്രീം, നമുക്ക് ജസ്റ്റ് അതിന്റെ കോമ്പോസിഷൻ നോക്കി പോവാം, എന്തൊക്കെയാണ് ക്രീമിൽ മെയിൻ ആയിട്ടുള്ളത് എന്ന്. സോ നമ്മൾ മിൽക്കിൽ പഠിച്ച പോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രീമിലുള്ളതും വാട്ടർ ആണ്, തൊട്ടടുത്ത് തന്നെ ഫാറ്റും ഉണ്ട്. ഓക്കെ, സോ വാട്ടർ പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ലോ ഫാറ്റ് ക്രീമിൽ 68.2% വാട്ടറും മീഡിയം ഫാറ്റ് ക്രീമിൽ 45.45% ആണ് വാട്ടർ ഉള്ളത്. ഫാറ്റ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ലോ ഫാറ്റ് ക്രീമിൽ 25% ഫാറ്റ് ആണ്, മീഡിയം ഫാറ്റ് ക്രീമിൽ 50% ഫാറ്റ് ആണ്. When you go to the protein composition, 2.54% in low fat cream and 1.69% in medium fat cream. Lactose, ash, ടോട്ടൽ സോളിഡ്, SNF പഠിക്കാം, ബാക്കി അത്ര ഇമ്പോർട്ടന്റ് അല്ല. SNF കൂടി പഠിച്ചു വെക്കാം. സോളിഡ് നോൺ ഫാറ്റ് എന്ന് പറയുന്നത് 6.8% ആണ് ലോ ഫാറ്റ് ക്രീമിൽ, 4.5% ആണ് മീഡിയം ഫാറ്റ് ക്രീമിൽ. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിൽ ഫാറ്റ് പെർസെന്റേജ് ആണ് കേട്ടോ. ക്രീമിന്റെ കാര്യം വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാറ്റ് പെർസെന്റേജ് ആണ്, ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫാറ്റിനാണ്. 25 to 50% ആണ് ലോ ടു മീഡിയം ഫാറ്റ് ക്രീമിൽ വരുന്ന ഫാറ്റ് പെർസെന്റേജ്. നമ്മുടെ ഡെഫിനേഷൻ പഠിച്ചാൽ തന്നെ നമുക്കറിയാം മിനിമം 25% നമ്മൾ അവിടെ പഠിച്ചു. സോ ലോ ഫാറ്റിൽ എത്രയാണുള്ളത്? 25 ആണ്. മീഡിയം ആകുമ്പോൾ 50 ആണ്. ഇനി ഹൈ ഫാറ്റ് ഉണ്ട്, അതിൽ എത്ര ഫാറ്റ് പെർസെന്റേജ് നമുക്ക് വരുന്ന സ്ലൈഡ്സിൽ നോക്കിപ്പോവാം. സോ ഇത്രയും കാര്യം പഠിച്ചല്ലോ. ഫാറ്റിൽ മിനിമം എത്ര പെർസെന്റേജ് ഫാറ്റ് വേണം? ക്രീമിൽ 25% ആണ്. ലോ ഫാറ്റ് ക്രീമിലാണെങ്കിൽ 25%. ആണ് ഉണ്ടാവുക. ഇനി മീഡിയം ഫാറ്റ് ക്രീമിലാണെങ്കിലോ 50% ആണ്
ഫാറ്റ് ഉണ്ടാവുക മീഡിയം ഫാറ്റ് ക്രീമിൽ. വാട്ടർ കണ്ടന്റ് എത്രയാണ്? മീഡിയം ഫാറ്റിലാണെങ്കിൽ 45% വാട്ടർ ആണ്. ലോ ഫാറ്റ് ക്രീമിലാവുമ്പോൾ വാട്ടർ 68% ആണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഈ ഒരു ക്ലാസ് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? Now coming to the nutritive value. Already ഞാൻ പറഞ്ഞു, it has got very good nutritive value. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ, ഫ്രഷ് ക്രീം contains all the constituents of milk but will invariably contain at least 5 times more fat than milk. മിൽക്കിലുള്ള ഫാറ്റ് പെർസെന്റേജ് എത്രയായിരുന്നു? എനിബഡി, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? How much was the fat? 3.8. Okay. Yes. ഒരു 3.5 എന്നുള്ള റേഞ്ചിലാണ്. അപ്പൊ നമ്മള് when it comes to ക്രീം എത്രയാണ് ഫാറ്റ് പെർസെന്റേജ് നമ്മൾ പഠിച്ചത്? ഒരു 25%. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ മിൽക്കിനെക്കാട്ടും ഒരു 5 ഇരട്ടി ഫാറ്റ് കണ്ടന്റ് ഉണ്ട് നമ്മുടെ ക്രീമില്. അത്രയും ഫാറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഫാറ്റ് നമുക്ക് എന്താ തരുന്നത്? എനർജി ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അതുകൊണ്ട് തന്നെ എനർജി വാല്യൂ ഓഫ് ക്രീം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് മിൽക്ക്. ഓക്കെ, മിൽക്ക് കൺസ്യൂം ചെയ്യുന്നതിനെക്കാട്ടും ഒരുപാട് എനർജി നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? ക്രീമിൽ നിന്നും കിട്ടും. സോ എങ്ങനെയാണ് ഈ എനർജി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് അറിയോ? Energy value can be calculated by assessing the composition of cream and taking into consideration the individual contribution of constituents of energy value. അതായത് ഇപ്പൊ മിൽക്ക് ഫാറ്റ് നമുക്ക് 9.3 കിലോ കാലറി പെർ ഗ്രാംസ് ഓഫ് എനർജി തരുന്നുണ്ട്. മിൽക്ക് ഷുഗർ നമുക്ക് 4.1 കിലോ കാലറി പെർ ഗ്രാംസ് ഓഫ് എനർജി തരുന്നുണ്ട്. മിൽക്ക് പ്രോട്ടീൻ ആണെങ്കിൽ 4.1 കിലോ കാലറി പെർ ഗ്രാംസ് തരുന്നുണ്ട്. സോ ക്രീമില് ഇതൊക്കെ പ്രസന്റ് ആണ്. സോ നമുക്ക് ടോട്ടൽ ക്രീം തരുന്ന എനർജി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒക്കെ ഒരു സം ആയിരിക്കും. അത്രയും എനർജി നമുക്ക് ക്രീം തരുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദ കലോറിഫിക് വാല്യൂ, എനർജി മാത്രമല്ല, വാട്ട് എൽസ് ഇസ് ദെയർ ഇൻ ക്രീം? നേരത്തെ ഫസ്റ്റ് സ്ലൈഡ് നമ്മൾ പറഞ്ഞു, ഇറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ലൈക്ക് എ, ഡി, ഇ ആൻഡ് കെ ദാൻ മിൽക്ക് ആസ് ഇറ്റ് ഇസ് മോർ ഫാറ്റ് കണ്ടന്റ്. ഓക്കെ, ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഈ സോഴ്സ് ഓഫ് വൈറ്റമിൻസ് ഒക്കെ ക്രീമിൽ കൂടുതലാണ്. ക്ലിയർ? ഇനി SNF ഓഫ് ക്രീം കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. SNF എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആയിട്ട് സിലബസിൽ തരുന്നില്ല. ഇറ്റ് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. എനിവേ ഞാൻ കണ്ടതുകൊണ്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. SNF percentage in cream is given by 100 minus percentage fat in cream by 100 minus percentage fat in milk into percent SNF in milk. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് SNF കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻസ് ഒരു 90% വരില്ല എന്ന് തന്നെയാണ് ഒരു അസംഷൻ. മോസ്റ്റ് ടെക്സ്റ്റ് ബുക്സിൽ തരുന്ന ഒരു കാര്യം ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു ഉള്ളതേ ഉള്ളൂ. Now let's go on to the types of cream. Broadly, you can classify cream into two main groups. Okay, ഒന്നെങ്കിൽ മാർക്കറ്റ് ക്രീം ആവാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർ ഇൻഡസ്ട്രിയൽ ക്രീം ആവാം. മാർക്കറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കൺസംഷൻ അവൈലബിൾ ആയിട്ടുള്ള ക്രീമിനെയാണ് മാർക്കറ്റ് ക്രീം എന്ന് പറയാം. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്രീം ഉള്ളത് മാനുഫാക്ചറിങ് ഓർ ഇൻഡസ്ട്രിയൽ ക്രീം ആണ്. അത് ആ പേര് തന്നെ നമുക്ക് കിട്ടും. അത് വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഉണ്ട്, മാർക്കറ്റ് ക്രീമും മാനുഫാക്ചറിങ് ക്രീമും. മാർക്കറ്റ് ക്രീം എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി നമുക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടി എടുക്കാം. ഇനി മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ക്രീം എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീന്റെ റോ മെറ്റീരിയൽ ആയിട്ട് പോകുന്ന കാര്യമാണ്. വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഒരു ക്രീം ബേസ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ ഒരു വിപ്പിംഗ് ക്രീമിന്റെ ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൈ പ്രൊഡക്റ്റിന്റെ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് മറ്റൊരു ഇൻഡസ്ട്രിയിലേക്ക് കൊടുക്കുന്ന ഒരു കൊടുക്കുന്ന ക്രീമിനാണ് നമ്മൾ മാനുഫാക്ചറിങ് ഓർ ഇൻഡസ്ട്രിയൽ ക്രീം എന്ന് പറയാം. ഇതൊരു ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ്. നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് പഠിക്കാറുണ്ട്. അതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദിസ് ഇസ് വൺ ഇമ്പോർട്ടന്റ് തിങ് ദാറ്റ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് ബേസ്ഡ് ഓൺ ദ ഫാറ്റ് പെർസെന്റേജ് ഏറ്റവും മിനിമം 25% ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വേറെ ടൈപ്സ് ഓഫ് ക്രീം ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഫാറ്റ് കോമ്പോസിഷൻ എന്താണെന്നുള്ളത് പഠിക്കാനുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. വിവ് ഗോട്ട് ലോ ഫാറ്റ് ക്രീം, മീഡിയം ഫാറ്റ് ക്രീം, അതുപോലെ തന്നെ ഹൈ ഫാറ്റ് ക്രീം. മീഡിയം ഫാറ്റ് ക്രീം ഓൾറെഡി നമ്മൾ പഠിച്ചു. അതിൽ എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നത്? 25% ഫാറ്റ് ആണ് ഉണ്ടായിരുന്നത്. മിനിമം ഓഫ് 25% ബൈ വെയിറ്റ്, അതായത് മിൽക്ക് ഫാറ്റ് നോട്ട് ലെസ് ദാൻ 25% ബൈ വെയിറ്റ് ആണ്. വെൻ ഇറ്റ് കംസ് ടു മീഡിയം ഫാറ്റ് ക്രീം, ഓക്കെ, നമ്മൾ നേരത്തെ 50 എന്ന് പഠിച്ചു. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് 40 എന്നുള്ള വാല്യൂ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു വാല്യൂ 40 to 50 എന്നുള്ള റേഞ്ചിൽ കണ്ടാൽ അത് മീഡിയം ഫാറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പല ടെക്സ്റ്റ് ബുക്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങളൊരു 25 അല്ലെങ്കിൽ 20 എന്നുള്ള റേഞ്ച് കണ്ടാൽ ലോ ഫാറ്റ് ആണ് ഉറക്കുക. 20 മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവില്ല, വളരെ റെയർ കേസസിലെ ഉണ്ടാവുള്ളൂ. എന്തായാലും 25 എന്നുള്ളത്
മോസ്റ്റ്ലി അത് ഫിക്സഡ് ആണ്, അങ്ങനെ വലിയ വേരിയേഷൻസ് കാണാറില്ല. പക്ഷെ മീഡിയം ചില ടെക്സ്റ്റ് ബുക്കിൽ 40 കാണാം, ചിലതിൽ 50 കാണാം. നിങ്ങൾ ഒരു റേഞ്ച് പഠിക്കാം. 40 to 50% കണ്ടാൽ മീഡിയം ഫാറ്റ്, അതിലും കൂടുതൽ അതായത് ഒരു 60 എന്നുള്ള റേഞ്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈ ഫാറ്റ് ക്രീം. ചിലത് 60 കാണാം, ചിലതിൽ 65 എന്നൊക്കെ കാണാം. നിങ്ങൾ ഈ ഒരു റേഞ്ചസ് പഠിച്ചു വെക്കുക. ഓക്കെ, ലോ ഫാറ്റിൽ 25%, മീഡിയം ആണെങ്കിൽ 40 to 50 എന്ന് പഠിക്കാം, ഹൈ ഫാറ്റ് ക്രീമിലാണെങ്കിൽ 60%. ഓക്കെ, ഇത്രയൊക്കെയാണ് minimum fat percentages in low, medium and high fat. Okay, 25, 40, 60. Okay, ആ വാല്യൂസും കിട്ടിയല്ലോ. സോ അതാണ് മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രീം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല, വി ഹവ് ഗോട്ട് അതർ ടൈപ്സ് ഓഫ് ക്രീം ഓൾസോ, ലൈക്ക് ടേബിൾ ക്രീം ഉണ്ട്, ലൈറ്റ് ക്രീം ഉണ്ട്, കോഫി ക്രീം ഉണ്ട്, ഹെവി ക്രീം ഉണ്ട്, പ്ലാസ്റ്റിക് ക്രീം ഉണ്ട്, വിപ്ഡ് ക്രീം ഉണ്ട്. ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള ക്രീം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പ്ലാസ്റ്റിക് ക്രീമിൽ എത്രയാണ് ഫാറ്റ് പെർസെന്റേജ്, അതുപോലെ ഹെവി ക്രീമിൽ എത്രയാണ്, അല്ലെങ്കിൽ ഒരു 60 to 80% കാണുന്നത് ഏത് ക്രീമിലാണ്, മോർ ദാൻ 85 കാണുന്നത് ഏത് ക്രീമിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണാം. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. First one, table cream. Table cream, this type of cream contains 18 to 22% fat and is used for eating directly. Okay, നേരെ നമുക്ക് ടേബിളിൽ വെക്കാം, ഡൈനിങ് ടേബിളിൽ നേരെ കൊണ്ടുപോയി വെക്കാൻ പറ്റിയൊരു ക്രീമിനെയാണ് നമ്മൾ ടേബിൾ ക്രീം എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്ട്ലി ഫ്രം ദ ടേബിൾ ഓൺലി യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ കൺസംഷൻ. അത് നമ്മൾ ടേബിൾ ക്രീം എന്ന് പറയും. അതിലൊരു 18 to 22% ഫാറ്റ് ആണ്. നമ്മള് ഡെഫിനേഷനെക്കാട്ടും കുറച്ച് കുറവ്. നമുക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ ഓവർ ഒരു ഓവർ ലോട്ട്സ് ഓഫ് ഫാറ്റ് ഒന്നും അതിലില്ല. ഒരു 18 to 22 ഉള്ളൂ എന്ന് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ് കേട്ടോ. നിങ്ങൾക്ക് നേരെ ഡൈനിങ് ടേബിളിൽ പോയിട്ട് എടുത്ത് കഴിക്കാൻ പറ്റിയ ക്രീമാണ്. അതിൽ അധികം ഫാറ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് നേരെ പോയിട്ട് കഴിക്കാം. 18 to 22% ആണ് അതിലെ ഫാറ്റ് കണ്ടന്റ് എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, this cream can also be used for making various food preparations. Okay, fruit creams അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് നമ്മുടെ വീട്ടിലുള്ള ഡെസേർട്ട് പ്രിപ്പറേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ ക്രീമിനെ എടുക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഇസ് അബൌട്ട് ടേബിൾ ക്രീം. ഇനിയുള്ളതാണ് ലൈറ്റ് ക്രീം അല്ലെങ്കിൽ തിൻ ക്രീം. അതിൽ നമുക്ക് ആ പേര് തന്നെ ഉണ്ട്, തിൻ ആണ്. അപ്പം ഒരുപാട് കൂടുതൽ പെർസെന്റേജ് ഓഫ് ഫാറ്റ് ഒന്നുമില്ല, നമുക്ക് ആ പേര് തന്നെ കിട്ടി. ലൈറ്റ് ക്രീമാണ് അല്ലെങ്കിൽ തിൻ ക്രീം എന്ന് പറയുന്നത് 20 to 25% ഫാറ്റ് ഉള്ളൂ. ഓക്കെ, ദിസ് ഇസ് അഗെയിൻ യൂസ്ഡ് ഫോർ, ഇതിനെ നമുക്ക് ടേബിൾ പർപ്പസസിന് യൂസ് ചെയ്യാം ആൻഡ് ഓൾസോ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് ക്രീം, കോട്ടേജ് ചീസ്. ഓക്കെ, കോട്ടേജ് ചീസും പല ഷെഡർ ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പ് ഓഫ് ചീസ് ഉണ്ട്. ചീസ് പഠിക്കുമ്പോൾ നമുക്കത് പഠിച്ചു പോവാം. ഹിയർ യു കെൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ക്രീം, കോട്ടേജ് ചീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റ് ക്രീം അല്ലെങ്കിൽ തിൻ ക്രീം ആണ്. 25% കുറവ് ഫാറ്റ് കണ്ടന്റ് ഉള്ള ക്രീമാണ് കോട്ടേജ് ചീസിന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നത്. Then we've got coffee cream, which is again a light or thin type fresh cream that contains 30 to 40% fat. Okay, coffee cream il etrayanuള്ളത് 30 to 40% fat ആണ്. Mostly coffee making നാണ് coffee cream യൂസ് ചെയ്യുന്നത്. Okay, table cream 18 to 22, light cream അല്ലെങ്കിൽ thin cream 20 to 22, coffee cream 30 to 40% fat. Okay, പഠിച്ചു പോവാട്ടോ. Along with the slide only, just study and go. നെക്സ്റ്റ് വൺ വെരി ഇമ്പോർട്ടന്റ് ആണ്, ഹെവി ക്രീമും പ്ലാസ്റ്റിക് ക്രീമും. ആദ്യം നമുക്ക് ഹെവി ക്രീം നോക്കാം. ദിസ് ടൈപ്പ് ഓഫ് ക്രീം കണ്ടെയ്ൻസ് 65 to 85% fat and it is used in the production of butter and ice cream. Sometimes it can be used in paneer production. Okay, so byproducts like paneer, butter, ice cream ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെവി ക്രീം ആണ്. ഹെവി ക്രീം നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റും, അതിൽ ഫാറ്റ് കണ്ടന്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും. 65 to 85% ആണ് ഹെവി ക്രീമിൽ വരുന്ന ഫാറ്റ് കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെവി ക്രീം കിട്ടിയല്ലോ. 65 to 85 used in the preparation of butter, ice cream, also for paneer production. അത്രയും കാര്യങ്ങളാണ് ഹെവി ക്രീമിൽ പറയുന്നത്. നെക്സ്റ്റ് we move on to plastic cream. Plastic cream, the cream of 30 to 40% fat re-separated to obtain cream of 80% fat content. And this rich cream is called plastic cream. Okay, 80% fat ഉള്ള ക്രീമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ക്രീം. Mostly this type of cream is used for ghee production. Okay, ghee production ഏതാണ്? പ്ലാസ്റ്റിക് ക്രീം ആണ് കേട്ടോ. ghee production നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ക്രീം ആണ്. ghee contains lots of fat. Okay, 99.5%. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അത്രയും നമുക്ക് അതിൻ്റെ അകത്തുള്ളത് ഫാറ്റ് ആണ്. അപ്പൊ നമുക്ക് നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള ക്രീം തന്നെ വേണം ghee പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തതാണ് പ്ലാസ്റ്റിക് ക്രീം. ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, നൗ
This cream can be produced directly from milk, which is separated in an especially designed plastic cream, specially designed ആട്ടോ മാറിപ്പോയതാണ്, specially designed പ്ലാസ്റ്റിക് ക്രീം സെപ്പറേറ്റർ. ഓക്കെ, ഇനി വിപ്ഡ് ക്രീം നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കും. ഒരു വിപ്ഡ് ക്രീം എന്താ, നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിന്റെ മേലുള്ള പതഞ്ഞു നിൽക്കുന്ന ക്രീമില്ലേ, ഒരുപാട് ഫ്ലഫി ആയിട്ട് വരുന്ന ക്രീം, അതിനെയാണ് നമ്മൾ വിപ്ഡ് ക്രീം എന്ന് പറയാം. അത് ഉണ്ടാക്കുന്നത് തന്നെ, ഇഫ് യു മേക്ക് കേക്ക്സ് അറ്റ് ഹോം യു വിൽ നോ, അത് വിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയറിൽ കൂടെ എയർ ബബിൾസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് വളരെ ഫ്ലഫി ആയിട്ട് എടുക്കുന്ന ക്രീമാണ് വിപ്ഡ് ക്രീം എന്ന് പറയുന്നത്. നമ്മൾ ചെറിയ തണുപ്പുള്ള ക്രീമിനെ വിപ്പിംഗ് ബ്ലേഡ് ഒക്കെ കാണാം, മിക്സിന്റെ കൂടെ ഒക്കെ നമുക്ക് വിപ്പിംഗ് ബ്ലേഡ്സ് കാണാം. അപ്പൊ അതുപോലത്തെ ബ്ലേഡ്സ് യൂസ് ചെയ്തിട്ടാണ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നത്. സോ യു ആർ വിപ്പിംഗ് സ്ലൈറ്റ്ലി ചിൽഡ്, നോട്ട് ചിൽഡ്, സ്ലൈറ്റ്ലി കൂൾ ആയിട്ടുള്ള ക്രീമിന് നമ്മൾ വിപ്പ് ചെയ്തിട്ടാണ് വിപ്ഡ് ക്രീം കിട്ടുന്നത്. വിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എയർ ബബിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തൊക്കെയാണ് വിപ്ഡ് ക്രീമിന്റെ കാര്യങ്ങൾ ജസ്റ്റ് സ്ലൈഡ്സിൽ നോക്കാം. When the normal cream, which is containing 30 to 40% fat, it is incorporated with air. The air bubbles are stabilized by protein absorption. The fat globules are assembled around these air bubbles. As whipping continues, these air cells subdivide into smaller ones, each with adsorbed layer and innumerable fat globules. At the maximum stiffness, these small air cells are surrounded by films of adsorbed protein, which is so thin that drainage is at a minimum and structure of dry form is set up. The favorable temperature for whipping is 10 degrees Celsius. Over whipping may produce a buttery product. The cream pasteurization and sugar addition declines the whipping rate in cream. Some of the dairy plant use nitrous oxide gas for cream whipping. Whipped cream is used in cakes and ice cream, etc. for decorative purposes. Okay, നിങ്ങൾ ആ പ്രോട്ടീൻ സ്റ്റെബിലൈസേഷന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. സോ നിങ്ങൾക്ക് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് വിപ്ഡ് ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ കേക്സിലും ഐസ്ക്രീംസിലും ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തതാണെന്നുള്ള കാര്യം വേണം. ഫേവറബിൾ ടെമ്പറേച്ചർ ഫോർ വിപ്പിംഗ് എന്നുള്ളത് 10 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വേണം. വിപ്പിംഗ് എന്നുള്ള പ്രോസസ്സ് കൂടെ നമ്മൾ എയർ ബബിൾസ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വിപ്ഡ് ക്രീം നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി വേണം. ഇത്രയും കാര്യങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഹെവി ക്രീമും പ്ലാസ്റ്റിക് ക്രീമും വിപ്പിംഗ് ക്രീമും വിപ്ഡ് ക്രീമും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുക. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഗീന്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ക്രീമാണ്, അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് പർപ്പസസിന് യൂസ് ചെയ്യുന്നത് വിപ്ഡ് ക്രീമാണ്, ബട്ടർ മേക്കിങ്ങിനും ഐസ്ക്രീം മേക്കിങ്ങിനും പനീർ പ്രൊഡക്ഷനും ഒക്കെ യൂസ് ചെയ്യുന്നത് ഹെവി ക്രീമാണെന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങളെ ഇതിന് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രീം ക്ലിയർ ആണോ? ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ പോലെ, ഒരു റീക്യാപ്പ് പോലെ പറയാം, ക്വിക്ക് റീക്യാപ്പ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ക്രീമിന്റെ കാര്യങ്ങളാണ്. ക്രീമിന്റെ ഡെഫിനേഷൻ പഠിച്ചു, ക്രീമിന്റെ കോമ്പോസിഷൻ പഠിച്ചു, പിന്നെ നമ്മൾ പോയത് അതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂയിലേക്കാണ്. ദെൻ നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് ലോ ഫാറ്റ്, മീഡിയം ഫാറ്റ്, ഹൈ ഫാറ്റ്, അതിന്റെ പെർസെന്റേജസ്. പിന്നെ ഉള്ളത് പല ടൈപ്പ് ഓഫ് ക്രീം, നമ്മൾ ഇൻഡസ്ട്രിയൽ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രീം, അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഇത്രയാണ് നമ്മൾ ഇത്ര നേരം പഠിച്ചത്. സോ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്രീമിന്റെ സെപ്പറേഷൻ ആണ്. ഹൗ യു ക്യാൻ ഗെറ്റ് ക്രീം ഫ്രം യുവർ മിൽക്ക്. വീട്ടിലൊക്കെ തന്നെ നമുക്ക് ക്രീം, അതായത് പാലിന്റെ പാട നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്യാറ്? നമ്മൾ കുറച്ചു നേരം വെറുതെ നമ്മളൊന്ന് പാലൊക്കെ തിളപ്പിച്ച പാല് കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ അതിനൊന്ന് മൂടിയൊക്കെ തുറന്നു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കാണാം? അതിന്റെ മേലെ ആ ഫാറ്റി ആയിട്ടുള്ള ക്രീം ലെയർ നമുക്ക് കാണാം. സോ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോ ആ ക്രീം ലെയർ അവിടെ ഉണ്ടാവാൻ വേണ്ടി? നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തോ? നമ്മൾ കാര്യമായിട്ട് ഒന്നും തന്നെ അവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു. ആ ഒരു ഇളം ചൂടോടുകൂടി നമ്മൾ വെച്ചപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ക്രീം ലെയർ ഫോർമേഷൻ കിട്ടി. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആ ഒരു കാര്യങ്ങൾ, ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമുക്ക് ക്രീം സെപ്പറേറ്റർ അല്ലെങ്കിൽ ക്രീം സെപ്പറേഷൻ എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. സോ അവിടെ നമ്മൾ ആ വെറുതെ പാല് തിളപ്പിച്ച് വെച്ചപ്പോൾ വാട്ട് ഹാസ് ഹാപ്പൻ ദെയർ ഇസ്, അവിടെ ഒരു ആക്ഷൻ ഓഫ് ഗ്രാവിറ്റി ആണ് അവിടെ വന്നത്. ഗ്രാവിറ്റി കാരണമാണ് അവിടെ ക്രീം സെപ്പറേഷൻ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ ക്രീം സെപ്പറേഷൻ ഉണ്ടാവാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മിൽക്കിന്റെ ഫാറ്റ് ഭയങ്കര ലൈറ്റർ ആണ്. ഓക്കെ, ദാൻ ദ സ്കിം മിൽക്ക് പോർഷൻ. നമ്മൾ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫാറ്റ് പോർഷനും ഉണ്ട്, സ്കിം മിൽക്ക് പോർഷനും ഉണ്ട്. സോ വെൻ യു look at the fat portion and skim milk portion, you can understand that milk fat എന്ന് പറയുന്നത് ലൈറ്റർ ആണ് സ്കിം മിൽക്ക് പോർഷനെ കാട്ടും. ഈ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ആണ് അവിടെ ക്രീം സെപ്പറേഷൻ സംഭവിക്കാനുള്ള കാരണം. ഓക്കെ, സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു മിൽക്ക് ഫാറ്റിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്താണ്, അതുപോലെ തന്നെ സ്കിം മിൽക്കിന്റെ എന്താ നമ്മൾ നോക്കിയതാണ്. മിൽക്ക് ഫാറ്റിന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം 0.93 ആണെന്ന്, അതുപോലെ തന്നെ
നമ്മുടെ സ്കിം മിൽക്കിൻ്റെത് പറഞ്ഞിരുന്നു 1.036 ആണെന്ന്. സോ ഈ സ്കിം മിൽക്കിന് മിൽക്ക് ഫാറ്റിനെക്കാട്ടും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ എന്താ സംഭവിച്ചത്? നമ്മുടെ ഡെൻസിറ്റി കുറഞ്ഞ ആള് മേലേക്ക് പോയി സെറ്റിൽ ചെയ്ത് നിൽക്കുകയാണ് ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഗ്രാവിറ്റി സെപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെപ്പറേഷൻ മെത്തേഡ് തന്നെ ക്രീം സെപ്പറേഷനിൽ വന്നത്. ഓക്കെ, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് അത് കിട്ടും. മിൽക്ക് ഫാറ്റിന് ഡെൻസിറ്റി കുറവാണ്, അതുകൊണ്ടാണത് എപ്പോഴും ഡെൻസിറ്റി കുറഞ്ഞ കാര്യമല്ലേ മേലെ ഉണ്ടാവുക, അതുകൊണ്ടാണ് അതവിടെ മേലെ സെറ്റിൽ ആയത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ ഒരു വാല്യൂം പഠിക്കുക. മിൽക്ക് ഫാറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.93 ആണ്. അതുപോലെ തന്നെ സ്കിം മിൽക്കിൻ്റെത് 1.036 ആണെന്ന് പഠിക്കുക. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ സെപ്പറേഷൻ, ഈ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ആണ് ഗ്രാവിറ്റി സെപ്പറേഷന്റെയും സെൻട്രിഫ്യൂഗൽ സെപ്പറേഷന്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് സ്ലൈഡ്സിൽ എന്താ എഴുതിയിട്ടുള്ളത് നോക്കാം. The basic principle of cream separation is based on the fact that milk fat is lighter than the skim milk portion. The average density of milk fat is 0.93 and skim milk is 1.036. Hence, when milk is subjected to centrifugal force, the two components, that is your cream and skim milk, gets separated. Cream can be separated from milk by either gravity or centrifugal separation method. Okay, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. Now moving on to gravity method. Gravity method എന്താണ്? When the milk is allowed to stand undisturbed for some time, there is a tendency for the fat to rise to there is a tendency for the fat to rise, which is given by a following equation known as the Stokes law. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ കുറച്ചു നേരം വെറുതെ റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ മിൽക്ക് ഫാറ്റ് റൈസ് ചെയ്യും. അതാണ് ഡെൻസിറ്റി ഗ്രാവിറ്റി മെത്തേഡിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു മൂവ്മെന്റിന്റെ, ഈ ഫാറ്റിന്റെ റൈസ് ചെയ്യുന്നതിന്റെ ഒരു വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന ലോ ആണ് Stokes law എന്ന് പറയുന്നത്. Okay, Stokes law gives you the rate at which the fat globules will rise to the top. Okay, അതിനാണ് നമ്മൾ V എന്ന് പറഞ്ഞിട്ട് ഡെപിക്ട് ചെയ്യുന്നത്. V is equal to 2/9G ds minus df r square by 2. Okay, ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. സ്റ്റോക്സ് ലോ ആണ് ഗ്രാവിറ്റി മെത്തേഡിന്റെ കോൺസെപ്റ്റ് എന്ന് പഠിക്കാം. സ്റ്റോക്സ് ലോ പഠിക്കാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. അറ്റ്ലീസ്റ്റ് ഈ സ്റ്റോക്സ് ലോ എന്നൊരു സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞു വെച്ചാലും ഓക്കെ. ഇഫ് യു ആർ ഏബിൾ ടു സ്റ്റഡി വെൽ ആൻഡ് ഗുഡ്, നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും, കാരണം ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് ലോ. നൗ ലെറ്റ്സ് സീ വാട്ട് ആർ ദ parameters one by one. V ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് ദ വെലോസിറ്റി ഓർ റേറ്റ് അറ്റ് വിച്ച് സിംഗിൾ ഫാറ്റ് ഗ്ലോബ്യൂൾ റൈസസ്. പിന്നെ ഉള്ളത് G എന്നാണ്, ദാറ്റ് യു നോ ഇറ്റ് ഇസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. Then we have got ds and df, which is the density of skim milk and fat respectively. R എന്ന് പറയുന്നത് radius of fat globule ആണ്. Then you have by N അല്ലെങ്കിൽ mu എന്ന് ഡെപിക്ട് ചെയ്യാം, അത് viscosity of skim milk ആണ്. പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഇക്വേഷൻ ആണ്. If you are able to study, good thing. Okay, 2/9G ds minus df into r square by N. If you are not studying the Stokes law, ഞാൻ പഠിക്കാനേ പറയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യണം തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളതെങ്കിലും പഠിച്ചു വെക്കുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡെൻസിറ്റി ഓഫ് സ്കിം മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡെൻസിറ്റി ഓഫ് ഫാറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും, റേഡിയസ് ഓഫ് ദ ഫാറ്റ് ഗ്ലോബ്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യും, വിസ്കോസിറ്റി ഓഫ് സ്കിം മിൽക്കിനെ ഡിപ്പെൻഡ് ചെയ്യും. കുറച്ചും കൂടി ഗ്രാവിറ്റി മെത്തേഡിന്റെ തിയറി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ആസ് എ തിയറി ജസ്റ്റ് ഐ റീഡ് ത്രൂ വാട്ട് വി ഹാവ് റിട്ടൺ. Gravity method: when milk is allowed to stand undisturbed for some time, there is a tendency for the fat to rise, which can be removed from the top. Basic principle is that milk fat is lighter than skim milk portion. This is a very slow process and requires time. ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം, നമുക്ക് ഗ്രാവിറ്റി മെത്തേഡ് ഭയങ്കര സ്ലോ ആണ്. അത് സെറ്റിൽ ചെയ്യാൻ നമ്മളൊരു ഒരുപാട് സമയം കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ പാടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാറുള്ളൂ. മാത്രമല്ല അതിന്റെ എഫിഷ്യൻസിയും അത്ര കംപ്ലീറ്റ് ഫാറ്റ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടില്ല, കാരണം വേറെ കാര്യമായിട്ട് ഫോഴ്സസ് ഒന്നും അവിടെ വരുന്നില്ല, ഈ ഗ്രാവിറ്റിന്റെ ആക്ഷൻ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് എ വെരി സ്ലോ പ്രോസസ് ആൻഡ് ഇറ്റ് റിക്വയർസ് ലോട്ട് ഓഫ് ടൈം. Then, the rate of rise of fat globule in gravity method is affected by size of fat globule. As the size of fat globule increases, the rate at which cream rises also increases. Okay, വളരെ ചെറിയതായിട്ടുള്ള ഹോമോജനൈസ്ഡ് മിൽക്കിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് എന്താ പറയുക സൈസേ ഉണ്ടാവുള്ളൂ ഫാറ്റ് ഗ്ലോബ്യൂൾസിന്. അപ്പം ഹോമോജനൈസ്ഡ് മിൽക്കിൽ നമുക്ക് ഫാറ്റ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ ഫാറ്റ് ഒരുപാട് സൈസുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്നുള്ള പാലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്രീം സെപ്പറേഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടി പറ്റും. Then we have got temperature, which is another factor that
determines the rate of separation. As the temperature increases, viscosity decreases and hence velocity increases. ഈ ഒരു ഇക്വേഷൻ കണക്ട് ചെയ്തിട്ട് നമുക്ക് പറയാം വിസ്കോസിറ്റി കുറയുമ്പോൾ എന്ത് സംഭവിക്കും, വെലോസിറ്റി കൂടും. ഈ ഒരു ഇക്വേഷൻ കണക്ട് ചെയ്താൽ ആ ഒരു പോയിന്റും പഠിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റി മെത്തേഡിലുള്ളത്. നമ്മളിപ്പോ എന്താണ് പഠിക്കുന്നത്, ക്രീം സെപ്പറേഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിന്റെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു. ഇനി രണ്ട് ടെക്നീക്സ് ഓഫ് ക്രീം സെപ്പറേഷൻ, ഗ്രാവിറ്റി മെത്തേഡും സെൻട്രിഫ്യൂഗൽ മെത്തേഡും ആണ് നോക്കാനുള്ളത്. അതിൽ സെൻട്രിഫ്യൂഗൽ ആണ് നമ്മൾ ഇപ്പൊ നോക്കുന്നത്. ഗ്രാവിറ്റി വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. ഓക്കെ.